First question വരുന്നത് thermal conductivity for a given material. Thermal conductivity ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. Thermal conductivity of a given material vary with temperature only, does not change with the temperature, vary with pressure and temperature, അതുപോലെ തന്നെ vary with structure, humidity, pressure and temperature. അപ്പോൾ basically thermal conductivity concept എന്താ? So thermal conductivity is the property of a material that indicates how easily heat can pass through it. ഒരു നമ്മൾ മെറ്റാലിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഈസിലി ഹീറ്റ് ക്യാൻ പാസ് ത്രൂ. അത് ഹീറ്റ് പാസ് ചെയ്യാനുള്ള ഒരു അതിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. Metals like copper have high thermal conductivity because heat passes through them easily, whereas wood and rubber have low thermal conductivity. നമുക്കറിയാം മെറ്റൽസ് ഇപ്പോൾ കോപ്പർ ആണെങ്കിലും ശരി അലൂമിനിയം ആണെങ്കിലും ശരി ഇതെല്ലാം കമ്പാരിറ്റീവ്ലി തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ആണ്. കാരണം തെർമൽ കണ്ടക്ടിവിറ്റി മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ദ മോളിക്കുലർ വൈബ്രേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പഠിക്കുന്നതാണ് ആൾറെഡി. ബിക്കോസ് ഓഫ് ദി അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദി മോളിക്കുലർ സ്ട്രക്ചർ. ഇപ്പൊ സോളിഡ്സിലാകുമ്പോൾ മോളിക്യൂൾസ് വളരെയധികം ക്ലോസ്ലി പാക്ഡ് ആണ്. ഓക്കെ, സോ ഹീറ്റ് വിൽ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ മോളിക്യൂൾ ഇൻ ടു അനദർ. നേരെ മറിച്ച് ലിക്വിഡിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മോളിക്കുലർ ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ആക്ച്വലി സം ഡിസ്റ്റൻസ് ഇസ് ദാറ്റ്. ഗ്യാസിലാണെങ്കിൽ ദേ ആർ വെരി ഹൈലി അപ്പാർട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസുലേറ്റർ എന്ന് തന്നെ പറയാം. തെർമൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? ഗ്യാസ് ആണ്. ഓക്കെ, സോ ഫോർ എ ഗിവൺ മെറ്റീരിയൽ ദ തെർമൽ കണ്ടക്ടിവിറ്റി മേ വേരി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, പ്രഷർ, സ്ട്രക്ചർ ഓഫ് ദി മെറ്റീരിയൽ, മോയ്സ്ചർ ഓർ ഹ്യൂമിഡിറ്റി കണ്ടന്റ്. ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും തെർമൽ കണ്ടക്ടിവിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. തെർമൽ കണ്ടക്ടിവിറ്റി വേരി വിത്ത് സ്ട്രക്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ്. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ കണ്ടക്ഷൻ പ്ലസ് മിക്സിംഗ് മോഷൻ ആണോ? കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കാം. Heat transfer is the process by which heat moves from a higher temperature region to a low temperature region. നമുക്കെല്ലാം അറിയാം ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡെൽറ്റ ടി, where the heat flows from a high temperature level to a low temperature level. And basically we have three modes of heat transfer. First one is the conduction, where the heat transfer through direct molecular contact. Molecule to മോളിക്യൂൾ എന്താണ്? ഡയറക്ട് കോണ്ടാക്ട് ഹീറ്റ് ട്രാൻസ്ഫറിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിൽ നിന്ന് എനർജി അടുത്ത മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഫിനോമിനൻ. ഓക്കെ, ഇൻ ദ സെക്കൻഡ് മെക്കാനിസം വേർ ഇറ്റ് ഈസ് ദ കൺവെക്ഷൻ, വേർ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഇൻ ഫ്ലൂയിഡ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് മൂവ്. വെനെവർ ദർ ഈസ് എ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്, അതായത് അത് എയർ മൂവ്മെന്റ് ആവാം അല്ലെങ്കിൽ വാട്ടർ മൂവ്മെന്റ് ആവാം, എന്തുവാണെങ്കിലും ആവാം. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് മോഷൻ പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ മോഡിനെയാണ് നമ്മൾ കൺവെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഏതാണ്? റേഡിയേഷൻ ആണ്. റേഡിയേഷൻ ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ മെറ്റീരിയൽ മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൽ ആക്ച്വലി ഡസ് നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം. ഇപ്പൊ കൺവെക്ഷനിലാണെങ്കിൽ എന്തായാലും അവിടെ എന്ത് ചെയ്യണം? ഒരു ഫ്ലൂയിഡ് മോഷൻ മൂവ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ പ്രസൻസ് ഉണ്ടാവണം. അതുപോലെ കണ്ടക്ഷനിലാണെങ്കിൽ എന്താണ്? ഇറ്റ് റിക്വയർസ് എ മീഡിയം. ബട്ട് ഇൻ ദ കേസ് ഓഫ് റേഡിയേഷൻ ഇറ്റ് അബ്സല്യൂട്ട്ലി ഡസ് നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം. ഇവിടെ ചോദ്യം ഇതാണ്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ്. Convection occurs only in liquids and gases because fluids can move. Gas ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മൊബിലിറ്റി കൊണ്ടാണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത്. In convection, heat is transferred partly by conduction between fluid particles. At the same time, the heated fluid itself moves and carries heat from one place into another. അതായത് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി അതില് കണ്ടക്ഷനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ. പ്യുവർലി കൺവെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഹീറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. അതായത് ഒരു ഫ്ലൂയിഡ് മോളിക്യൂളിൽ നിന്ന്
അടുത്ത ഫ്ലൂയിഡ് മോളിക്യൂളിലേക്ക് by internal conduction heat is being transferred. At the same time, since the fluid or the liquid is moving, it moves itself and carries heat from one place into another. So in example പറയാണെങ്കിൽ heating of water in a pot is an example of convection, where water near the bottom of the pot gets heated first from the flame. നമ്മൾ ചൂടാക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ അതിനെ ചൂടാക്കുന്ന സമയത്ത് ഇമീഡിയറ്റ്ലി ഏറ്റവും താഴെ ഉള്ള പോർഷൻ, ആ വാട്ടറിന്റെ ഏറ്റവും താഴെയുള്ള പോർഷൻ എങ്ങനെയാണ് ചൂടാവുന്നത്? ഇറ്റ് ഈസ് പ്യൂർലി ബൈ മീൻസ് ഓഫ് കണ്ടക്ഷൻ. അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് ട്രാൻസ്ഫർ, കാരണം ഫ്ലെയിം ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന എവിടെയാണ്? ആ പാത്രത്തിന്റെ അടിഭാഗത്താണ് ഡയറക്റ്റ് ആയിട്ട് ചൂടാവുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ബോട്ടം ഓഫ് ദ വെസൽ it is being transferred to the adjacent layer of the fluid by conduction. ഇനി ഇത് ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? This hot water becomes lighter. നമുക്കറിയാം ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മുകളിലേക്ക് പോകും. This hot water becomes lighter and rises upward, and cooler and heavier water from the top that is coming to the downside. അല്ലെ? അപ്പൊ ഡെൻസിറ്റിയുടെ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു കൺവെക്ഷൻ കറണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ലൈറ്റർ ഫ്ലൂയിഡ് ഈസ് ആക്ച്വലി മൂവിങ് അപ്പ് ആൻഡ് ഡെൻസർ ഫ്ലൂയിഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ വെസൽ ഈസ് കമ്മിങ് ഡൗൺ. അങ്ങനെ ഈ പറയുന്ന ലോവർ ഡെൻസിറ്റിയും ഹയർ ഡെൻസിറ്റിയും കൊണ്ടുണ്ടാവുന്ന കൺവെക്ഷൻ കറണ്ട്. അപ്പോ ഇവിടെ നമ്മൾ എഫക്റ്റീവ്ലി നോക്കുമ്പോൾ എന്താണ്? ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതിനകത്ത് കണ്ടക്ഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺവെക്ഷനും വരുന്നുണ്ട്. ഈ കൺവെക്ഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിക്സിംഗ് മോഷൻ ആണ്. എന്താണ് മിക്സിംഗ് മോഷൻ? താഴെയുള്ള പോർഷനിലുള്ള വെള്ളം ലൈറ്റർ ആവുന്നു, അതിന്റെ ഡെൻസിറ്റി കുറയുന്നു ചൂടാവുമ്പോൾ, അത് ഓട്ടോമാറ്റിക്കായി മുകളിലേക്ക് പോകുന്നു. മുകളിലുള്ള തണുത്ത വെള്ളം എന്ത് ചെയ്യും? താഴോട്ട് വരുന്നു. ഓട്ടോമാറ്റിക് ഡെൻസിറ്റി കൂടിയതായതുകൊണ്ട് ബൈ ഗ്രാവിറ്റി ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഡൗൺ. അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന വെള്ളം യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുന്നത്? കുറെ നേരം കഴിയുമ്പോൾ ചൂടാവുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടർ ഈസ് ഗെറ്റിംഗ് മിക്സഡ് വിത്ത് കോൾഡ് വാട്ടർ. അതൊരു മിക്സിംഗ് മോഷൻ കൂടിയാണ്, കണ്ടക്ഷൻ ആൻഡ് മിക്സിംഗ് മോഷൻ. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? കണ്ടക്ഷൻ ആൻഡ് മിക്സിംഗ് മോഷൻ. ഇനി this continuous circulation transfers heat throughout the water. So convection always involves fluid mixing motion plus conduction. Okay, mixing motion ഉദ്ദേശിക്കുന്നത്, മിക്സിംഗ് മോഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കൺവെക്ഷൻ തന്നെയാണ്. ഇനി അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം. കൺവെക്ഷൻ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ കൺവെക്ഷനും രണ്ടാമത്തേത് ഫോഴ്സ്ഡ് കൺവെക്ഷനും. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ കോസ്ഡ് ബൈ ഡെൻസിറ്റി ഡിഫറൻസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വേർ ഹോട്ട് ഫ്ലൂയിഡ് ബിക്കംസ് ലൈറ്റർ ആൻഡ് റൈസസ് നാച്ചുറലി. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ചൂടാക്കുന്ന സമയത്ത് ഡെൻസിറ്റി കുറയുന്നു, ഡെൻസിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അത് മുകളിലേക്ക് കയറിപ്പോകും. ഓക്കെ, അതാണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇതേ സമയം നമ്മൾ ആ ഫ്ലൂയിഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് പമ്പ്, ഫാൻ, അതുപോലെ ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മുടെ ഫ്ലൂയിഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയും. ഓൺലി തിങ്, first one the fluid movement is natural, and in second one the fluid movement is artificial or that has been created. Additional ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ വരുന്നത് convection heat transfer involves conduction and mixing motion. Option A is the correct answer. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, when two bodies taking part in heat transfer at zero thermal potential, അതായത് രണ്ട് ബോഡീസ് പറയുന്നുണ്ട്, രണ്ടും കൂടെ എന്ത് ചെയ്യാണ്? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ആ രണ്ട് ബോഡിക്കിടയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് സീറോ തെർമൽ പൊട്ടൻഷ്യലില് എന്ത് സംഭവിക്കും? കണ്ടക്ഷൻ ആണോ അല്ലെങ്കിൽ കൺവെക്ഷൻ ആണോ റേഡിയേഷൻ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഓൺലി വെൻ ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് കോൾഡ് തെർമൽ പൊട്ടൻഷ്യൽ. ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് അതിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. അതിനെ നമ്മൾ പറയുന്നത് തെർമൽ പൊട്ടൻഷ്യൽ. അപ്പൊ തെർമൽ പൊട്ടൻഷ്യൽ സീറോ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ ടി സീറോ ആണ്. ആൻഡ് ബോത്ത് ബോഡീസ് ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് സോ ദർ ഈസ് നോ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. രണ്ട് ബോഡിയും സെയിം ടെമ്പറേച്ചറിലാണ്. ഒരു ബോഡി 80 ഡിഗ്രി ആണ്, അടുത്ത ബോഡി 80 ഡിഗ്രി ആണെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യില്ല? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ആ രണ്ട് ബോഡീസും തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ്. And regarding the mode of conduction or conduction heat transfer, which requires temperature difference for the heat to flow, and if there is no temperature difference, conduction stops. അതായത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത്?
നമ്മളുടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെർമൽ പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഫ്യൂരിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ ടി ആണ് ഇതിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഈ Q അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡെൽറ്റ ടി വേണം. ഡെൽറ്റ ടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ സ്റ്റോപ്പ് ആവും. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻ റേഡിയേഷൻ every body continues to emit radiant energy as long as its temperature is above absolute zero. ഇപ്പൊ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൺസെപ്റ്റില് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ മാത്രമേ റേഡിയേറ്റ് ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ ബോഡീസും റൂം ടെമ്പറേച്ചറിന് ഉള്ള ബോഡീസ് ആണെങ്കിലും ശരി, അതാതിന്റെ ടെമ്പറേച്ചർ ലെവൽ അനുസരിച്ചിട്ട് എല്ലാ ബോഡീസും, ഈ പറയുന്ന എർത്തിന്റെ സർഫസിലുള്ള എല്ലാ ബോഡീസും റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയുന്നില്ല, കാരണം നമ്മളുടെ ഈ പറയുന്ന ഡിറ്റക്റ്റബിൾ ലെവലിൽ അപ്പുറത്തായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. എവറി ബോഡി ഈസ് എമിറ്റിംഗ് എനർജി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ അല്ലാത്ത എല്ലാ ബോഡീസും റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, തെർമൽ പൊട്ടൻഷ്യൽ സീറോ ആണെന്നുണ്ടെങ്കിൽ ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. റേഡിയേഷനെ ഗവേൺ ചെയ്യുന്ന ലോ ഇതാണ്, എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി എമിറ്റഡ് E is equal to epsilon into sigma into T raised to 4, where epsilon is the emissivity of the body, sigma is the Stephen Boltzmann constant, and T is the absolute temperature. ഇതാണ് ഇതിന്റെ റേഡിയേഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ. Even when these two bodies are at same temperature, they still radiate energy to each other, but the net heat transfer will be equal to zero as both of them radiate equally. അതായത് ഇപ്പൊ ഞാൻ രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്തു, ബോഡി വൺ ആൻഡ് ബോഡി 2. ഇത് രണ്ടും ഈ ഒരേ ടെമ്പറേച്ചറിലാണ്. ഇതിന്റെ ടെമ്പറേച്ചറും T ആണ്, ഇതിന്റെ ടെമ്പറേച്ചറും T ആണ്. പക്ഷെ റേഡിയേഷന്റെ റൂൾ പ്രകാരം എന്താണ്, ബോഡി 1ഉം റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്, ബോഡി 2ഉം റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും സെയിം ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെയും എന്തായിരിക്കും, ദാറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു സീറോ. പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, ഏത് മോഡാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആണോ എന്നുള്ള അല്ല ഇവിടെ ക്വസ്റ്റ്യൻ. ഏതാണ് അവിടെ, ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, കണ്ടക്ഷൻ ആണോ അല്ല റേഡിയേഷൻ ആണോ എന്നുള്ളതാണ്. കണ്ടക്ഷൻ ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഡെൽറ്റ ടി സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ റേഡിയേഷൻ കണ്ടിന്യൂ ചെയ്യും. ഈവൻ ദോ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് സീറോ, റേഡിയേഷൻ വിൽ ബി കണ്ടിന്യൂയിങ്. കാരണം ഇവിടെ എമിറ്റ് ചെയ്യുന്ന ആ റേഡിയന്റ് എനർജിയും ഇത് എമിറ്റ് ചെയ്യുന്ന റേഡിയന്റ് എനർജിയും തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പക്ഷെ അവിടെ റേഡിയേഷൻ നടന്നുകൊണ്ടേയിരിക്കും, കാരണം ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ടെമ്പറേച്ചർ. ദിസ് ബോഡി ആൾസോ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ ഉള്ളിടത്തോളം കാലം അത് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ റേഡിയേഷൻ എന്താണ്, റേഡിയേഷൻ കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് റേഡിയേഷൻ കണ്ടിന്യൂസ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. റേഡിയേഷൻ മാത്രമേ കണ്ടിന്യൂ ആവുന്നുള്ളൂ, കണ്ടക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. സ്ക്രീൻ വിസിബിൾ ആണോ? വാട്ട് അബൌട്ട് ഓഡിയോ? കട്ടാവുന്നുണ്ടെങ്കിൽ പറയണട്ടോ ഇടയിൽ. ഹലോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. സ്ക്രീൻ വിസിബിൾ ആണോ? ഓഡിയോ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ കേസിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് യൂണിറ്റി വരുന്നത്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് സീറോ വരുന്നത് എന്നുള്ളതാണ് റേഡിയേഷന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ബ്ലാക്ക് ബോഡി, പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള? ആദ്യം ബ്ലാക്ക് ബോഡി എന്താണെന്ന് നോക്കാം. A black body is an idealized surface that absorbs all the incident radiation. That means there is no reflection, no transmission, and re-emits energy only based on its temperature. It is the reference standard in radiation study. Radiation study le ഏറ്റവും കൂടുതൽ റെഫറൻസ് ആക്കി ഉപയോഗിക്കുന്ന ഒരു ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ. It is the idealized surface that absorbs all incident radiation. വരുന്ന ഇൻസിഡന്റ് റേഡിയേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോഡിയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അതൊന്നും കടത്തിവിടുകയില്ല, ഓക്കെ, ഒന്നും റിഫ്ലക്ട് ചെയ്യൂല. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി അബ്സോർബിങ്
ഓൾ ദ ഇൻസിഡന്റ് റേഡിയേഷൻ, അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി ഇവിടുന്ന് വന്നു കഴിഞ്ഞാലും അതെല്ലാം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. പിന്നെ അത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം എനർജി ആണോ അത് അബ്സോർബ് ചെയ്തത് അത്ര തന്നെ എനർജി എന്ത് ചെയ്യും, അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ശ്രദ്ധിക്കുക, റിഫ്ലക്ഷൻ അല്ല, എമിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ഒരു ഭാഗത്തൂടെ അബ്സോർബ് ചെയ്യുന്നു, അടുത്ത ഭാഗത്തൂടെ എന്ത് ചെയ്യുന്നു, അത്രയും എനർജി തന്നെ അത് എമിറ്റ് ചെയ്യുന്നു. ഈക്വലി എനർജി ഈസ് ബീങ് എമിറ്റഡ്. അപ്പോ ഇവിടെ അബ്സോർബിവിറ്റി, റിഫ്ലക്ടിവിറ്റി, ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്ന 3 ടേം ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അബ്സോർബിവിറ്റി? അബ്സോർബിവിറ്റി that is represented by alpha is the fraction of incident radiation absorbed. ഓക്കെ, അപ്പൊ 100 ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് 100 ആണ്. അത്രയും എനർജി, റേഡിയന്റ് എനർജി ഇൻസിഡന്റ് ബോഡിയുടെ മുകളിൽ വന്ന് എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു 80% മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്താണ് അതിന്റെ അബ്സോർബിവിറ്റി ആൽഫ എന്ന് പറയുന്നത് 0.8 ആണ്. അതാണ് അബ്സോർബിവിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, reflectivity that is represented by rho is the fraction of incident radiation that is reflected back. വരുന്ന റേഡിയേഷനിൽ എത്ര പോർഷൻ ആണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത് പുറത്തേക്ക്, അതാണ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ട്രാൻസ്മിസിവിറ്റി ടൗ is the fraction of incident radiation that is transmitted through the body. എത്രത്തോളം റേഡിയന്റ് എനർജിയാണ് അത് ഉള്ളിലോട്ട് കടത്തിവിടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എനി റിയൽ സർഫസ് ഓൾവേസ് റിമെമ്പർ ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈസ് ഈക്വൽ ടു 1. ഇതെല്ലാം ഫ്രാക്ഷൻ ആണ്. അബ്സോർബിവിറ്റി ഫ്രാക്ഷൻ ആണ്, റിഫ്ലക്റ്റിവിറ്റി ഫ്രാക്ഷൻ ആണ്, ട്രാൻസ്മിസിവിറ്റി ഫ്രാക്ഷൻ ആണ്. ഈ 3 ഫ്രാക്ഷനും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1. ഓക്കെ, സം ഓഫ് ട്രാൻസ്മിസിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് അബ്സോർബിവിറ്റി ഈസ് ഓൾവേസ് 1. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി പറയുമ്പോൾ 100% വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോ എന്തായിരിക്കും ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ് എത്രയായിരിക്കും? 100 വരുന്നു. 100 അത്രയും തന്നെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 100/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ അബ്സോർബിവിറ്റി എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു 1 ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ഇവിടെ അബ്സോർബിവിറ്റി 1 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കുക, അതിനകത്തൊന്നും അബ്സോർബിവിറ്റി 1 അല്ല. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. റിഫ്ലക്ട് ചെയ്യുന്നില്ല, അതുപോലെ അതിനെ കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ആ 2 പാരാമീറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓൺലി അബ്സോർബിവിറ്റി വിൽ ബി ഈക്വൽ ടു 1. ഓപ്ഷൻ ബി ആണ് എന്റെ കറക്റ്റ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ദ തെർമൽ കണ്ടക്ടിവിറ്റി കെ ഡിപ്പെൻഡ്സ് പ്രൈമറിലി ഓൺ. ഹീറ്റ് ട്രാൻസ്ഫറിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ തെർമൽ കണ്ടക്ടിവിറ്റി K represents the ability of a material to conduct heat. ഹീറ്റ് കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അപ്പൊ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ക്യാൻ ബി ഫ്ലോൺ ഈസിലി. ഹീറ്റ് ഫ്ലോസ് ഈസിലി, ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ കോപ്പർ, അലുമിനിയം, ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡ്, അതുപോലെ പ്ലാറ്റിനം, അങ്ങനെയുള്ള എല്ലാ മെറ്റൽസും എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് ആണ്. അതേസമയം ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആകുമ്പോൾ എന്ത് വരും? ഹീറ്റ് ഫ്ലോ ഡിഫിക്കൽട്ട് ആവും. തീരെ കടത്തിവിടില്ല എന്നല്ല, ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഹീറ്റ് ഫ്ലോ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കോപ്പർ ആൻഡ് സിൽവർ ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി വേറസ് വുഡ് ആൻഡ് റബ്ബർ ഹാവ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം ഇലക്ട്രിക് വയർ എല്ലാം നമ്മൾ കോപ്പർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ വീടുകളിൽ നമ്മൾ കുക്കിംഗ് യൂട്ടൻസിൽസ്, വെസൽസ് എല്ലാം കോപ്പർ ബോട്ടം പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഹീറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹീറ്റിനെ കടത്തിവിടും. ഒരുപാട് നേരം ചൂടാവാനായിട്ട് ഒരുപാട് നേരം എടുക്കില്ല. അതുകൊണ്ട് നമ്മൾ കോപ്പർ ബേസ് അല്ലെങ്കിൽ കോപ്പർ വെസൽസ് എല്ലാം കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫർ ചെയ്യും. സിൽവറും ഓക്കെ ആണ്, പക്ഷെ നമ്മൾ സിൽവർ കൊണ്ട് പാത്രം മേടിക്കാൻ നമ്മൾ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം വുഡും റബ്ബറും എന്താണ്? കംപ്ലീറ്റ്ലി ഇൻസുലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, തീരെ കടത്തിവിടില്ല. The thermal conductivity of material mainly depends on nature and properties of material. അപ്പൊ മെറ്റീരിയൽ പ്രോപ്പർട്ടി ബി ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, ഏത് മെറ്റീരിയൽ ആണ്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെറ്റീരിയൽ സ്ട്രക്ചർ അല്ലെ, സിമ്പിൾ ക്യൂബിക്, അതുപോലെ ബോഡി സെന്റേഡ് ക്യൂബിക്, അങ്ങനെ മെറ്റീരിയലിന്റെ സ്ട്രക്ചറിനെയും അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് കണ്ടക്ടർ ആണോ അതല്ല ഇൻസുലേറ്റർ ആണോ എന്നുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 6th one, Fourier law of heat conduction is valid for. Fourier law ഏതിലാണ് വാലിഡ് ആയിട്ടുള്ളത്? 1 dimensional ആണോ 2 dimensional ആണോ എന്നുള്ളതാണ് ചോദ്യം. Fourier's law of heat conduction states that the rate of heat transfer through a material is directly proportional to the cross-sectional area through which the heat flows, the temperature difference or the temperature gradient, the thermal conductivity of the material, and can be expressed as Q is equal to minus Ka into dt by dx. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്യൂരിയേഴ്സ് ലോ പറയുന്നത് Q പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. എന്താണ് ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ ഏരിയ പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മളൊരു മെറ്റാലിക് റോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ദിസ് ഇസ് എ മെറ്റാലിക് റോഡ് ആൻഡ് വി ആർ കൺസിഡറിങ് ഹീറ്റ് ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂരിയർ ലോയിൽ എടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ ഏരിയയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്യൂരിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഏരിയ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ഇവിടെ ചോദ്യം ഇതാണ്, ഫ്യൂരിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഈസ് വാലിഡ് ഫോർ 1 dimensional ആണോ 2 dimensional ആണോ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, Q ഈസ് പ്രപ്പോർഷണൽ ടു A ഇൻറ്റു dt ബൈ dx. എന്താണ് dx? ഇപ്പൊ ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് നമുക്കറിയാം, എക്സ്, വൈ, അതുപോലെ തന്നെ ഇസഡ്. പക്ഷെ ഫ്യൂരിയർ ലോ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? Q പ്രപ്പോർഷണൽ ടു A ഇൻറ്റു dt ബൈ dx എന്ന് വെച്ചാൽ അവിടെ 1 dimensional ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ഇൻ എക്സ് ഡയറക്ഷൻ, വൈയിലും ഇസഡിലും ഉള്ള കമ്പോണൻസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? Q ഈസ് ഈക്വൽ ടു minus Ka dt by dx. Fourier law of heat conduction is valid for 1 dimensional flow. ഇനി ഈ ഫ്യൂരിയർ ലോ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു പോവാം. കാരണം അതിന്റെ നെഗറ്റീവ് സൈൻ എല്ലാം നമ്മൾ സിഗ്നിഫിക്കന്റ് ആണ്. ചില സമയത്ത് ചോദിക്കാറുണ്ട് ഫ്യൂരിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷന്റെ നെഗറ്റീവ് സൈനിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം അതല്ല. ഇവിടുത്തെ ചോദ്യം 1 dimensional ആണോ എന്നുള്ളതാണ്. 1 dimensional ആണ് ആൻസർ വരുന്നത്. Additionally, Q is equal to minus Ka dt by dx. ഇതാണ് നമ്മുടെ ഫ്യൂരിയർ ഇക്വേഷൻ, where Q is the rate of heat transfer, K is the thermal conductivity of the material, A is the cross-sectional area in meter square, and dt by dx is the temperature gradient. ഇതില് യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ യൂണിറ്റ് എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, അങ്ങനെ യൂണിറ്റുകൾ പോലും ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. Fourier's law assumes that heat flows only in one direction along the axis and it is called 1 dimensional heat conduction. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഇനി ഇവിടെ ഒരു മൈനസ് കെ എ ഡി, ഈ മൈനസ് സൈൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൈനസ് സൈൻ എന്തുകൊണ്ടാണ് ഈ മൈനസ് സൈൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ഹയർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അതിന്റെ ബേസിക് ഡെഫിനിഷൻ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ. ദിസ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ and that is always pointing toward the region of higher pressure. ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ റീജിയൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റേഞ്ചിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് പോയിന്റിംഗ് ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ഹയർ ടെമ്പറേച്ചർ. ദിസ് ഈസ് ബിക്കോസ് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇൻക്രീസ് ഓഫ് എ ക്വാണ്ടിറ്റി. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നത് എവിടെയാണോ അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് എവിടെയാണോ ആ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് വെക്ടർ പോയിന്റ് ചെയ്യുന്നത്. ഇനി നാച്ചുറലി ഒരു ടെൻഡൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് ഈസ് ഓൾവേസ് ഫ്ലോയിങ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ലെവൽ ടു
എ ലോ ടെമ്പറേച്ചർ ലെവൽ. നമുക്കെല്ലാം അറിയാം, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള റീജിയനിൽ നിന്ന് ചൂട് കുറവുള്ള റീജിയനിലേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. ശരിയല്ലേ? സിൻസ് ഹീറ്റ് ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹയർ ടു ലോവർ ടെമ്പറേച്ചർ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എപ്പോഴും എന്താണ്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോയിൽ നിന്ന് ഹൈയിലേക്കാണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ക്യൂ ഈസ് ഓൾവേസ് ഫോക്കസിങ് ഫ്രം ഹൈ ടു ലോ. അപ്പൊ ഒന്നിന് ഇവിടെ രണ്ടും എന്താണ്? ഈ പറയുന്ന ഇക്വേഷനിൽ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ബൈ ഡി എക്സില് ക്യൂ ഈസ് പോയിന്റിംഗ് ഫ്രം ഹൈ ടു ലോ, whereas dt by dx is pointing from low to high. അപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ പോസിബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നടക്കും. പക്ഷേ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഹീറ്റ് പമ്പ് പോലെയുള്ള ഡിവൈസ് നമ്മൾ അവിടെ കൊടുക്കണം. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ലോ നിന്ന് ഹൈയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോ ഇപ്പൊ നമ്മൾ ഈ കംപ്ലീറ്റ്ലി തെർമോഡൈനാമിക് ലോ ഇഗ്നോർ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യൂ എന്ത് വരും? ക്യൂ ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഈ ഡി ടി ബൈ ഡി എക്സ് മാത്രം കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലോസ് ഫ്രം എ low temperature to high temperature, or temperature gradient is actually pointing towards high, which is actually clear violation of second law of thermodynamics. അപ്പോ ഇതൊരു നെഗറ്റീവ് ആണ്. ലോ ടു ഹൈ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് സൈനും കൂടെ ആഡ് ചെയ്യുന്നത്. ദിസ് നെഗറ്റീവ് സൈൻ ensures the equation obeys natural law that heat cannot flow spontaneously from cold to hot. ഓക്കെ, അപ്പൊ നമ്മൾ നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ലോ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു മൈനസ് സൈന് കൊടുക്കുന്നത്. മനസ്സിലാക്കി വെക്കുക നെഗറ്റീവ് സൈൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. എക്സാമ്പിൾ വരുന്നത് ഹീറ്റ് ഫ്ലോയിങ് ത്രൂ എ പ്ലെയിൻ ബോൾ ആൻഡ് എ ലോങ് മെറ്റൽ റോഡ്, ഹീറ്റ് പാസിംഗ് ത്രൂ ദ വാൾ ഓഫ് എ ഫർണസ്. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വരുന്നത് 1 ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. ഇനി അടുത്തത്, അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ ബോഡി വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് എമിസിവിറ്റി. അബ്സോർപ്റ്റിവിറ്റി എന്താന്നുള്ളത് നമ്മൾ 1-2 ക്വസ്റ്റ്യൻ മുന്നേ കണ്ടതാണ്. ദ എമൗണ്ട് ഓഫ് ഓർ ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദാറ്റ് ഈസ് ബീൻ അബ്സോർബ്ഡ്. വരുന്ന റേഡിയേഷനിൽ എത്ര പോർഷൻ ആണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു മെഷർ ആണ് ആ ഒരു ഫ്രാക്ഷനാണ് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് എമിസിവിറ്റി? എമിസിവിറ്റി ഈസ് ഈക്വൽ ടു, എമിസിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ എപ്സിലോൺ ആണ്. എമിസീവ് പവർ ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. എമിസീവ് പവർ ഓഫ് എ നോർമൽ ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി എമിറ്റഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് ടൈമില് യൂണിറ്റ് ഏരിയയിൽ നിന്ന് ഒരു ബോഡി എത്ര റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ നമ്മൾ പറയുന്നത് പേരാണ് എമിസീവ് പവർ. ഓക്കെ, അപ്പോൾ നോർമൽ ബോഡിയും ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എമിസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത് രണ്ടും എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നാണ് ചോദ്യം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ കിർച്ചോഫ്സ് ലോ ഓഫ് തെർമൽ റേഡിയേഷൻ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ലോ ആണ് കിർച്ചോഫ് ലോ ഓഫ് തെർമൽ റേഡിയേഷൻ, which states that for a body in thermal equilibrium, the absorptivity alpha is equal to the emissivity epsilon at the same temperature and same wavelength. ഒരേ ടെമ്പറേച്ചറിലും വേവ് ലെങ്തിലും എന്താണ് ഒരു ബോഡി തെർമൽ ഈക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റിയും എമിസിവിറ്റിയും ഈക്വൽ ആയിരിക്കും. ആൽഫ ഫോർ എ ബോഡി അറ്റ് തെർമൽ ഈക്വിലിബ്രിയം at same temperature and wavelength. So this is purely based on Kirchhoff law. Okay, alpha എന്താണ് നമ്മൾ ആൾറെഡി പറഞ്ഞു, അബ്സോർബിലിറ്റി, എപ്സിലോണും പറഞ്ഞു, എമിസിവിറ്റി. This equality is valid only when body and its surrounding are in thermal equilibrium, which means that body's temperature remains constant. നമുക്ക് എല്ലാവർക്കും അറിയാം
ഒരു ഹൈ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ നടക്കുന്നു. കുറെ നേരം കഴിയുമ്പോൾ എന്താണ് ഹീറ്റ് ഫ്ലോ നടന്ന് രണ്ടിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ആവും. അത് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ബോഡീസ് തെർമൽ ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ തെർമൽ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തെർമൽ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. The rate of energy that is being absorbed equal to rate of energy that is being emitted. നമുക്കറിയാം ബ്ലാക്ക് ബോഡിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ബോഡി എന്ത് ചെയ്യുന്നുണ്ടോ? എനർജി വരുന്ന എനർജി മുഴുവൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേസമയം എന്താണ് അതിനാൽ കഴിയുന്ന രീതിയിലുള്ള എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അത്രയും തന്നെ എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അബ്സോർബിലിറ്റി എന്ന് പറയുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന പോർഷനാണ് അബ്സോർബിലിറ്റി. എമിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടുത്തെ എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് എത്രത്തോളം എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ പാരാമീറ്റർ എന്ത് വരും? എപ്സിലോൺ. അപ്പൊ ഈ രണ്ടും ഈക്വൽ ആണ്. എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നോ അത്രയും, എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നോ അത്രയും എനർജി എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആൽഫ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ ഓൺലി വെൻ ദ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. An electrically heated plate dissipates heat by convection at the rate of 8000 watt per meter square into ambient air at 25 degrees Celsius. If the temperature of the hot plate is at 125 degrees Celsius, the heat transfer coefficient between plate and air in watt per meter square degree Celsius. ഇവിടെ heat transfer coefficient കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് ഏതിലാണ്? കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലാണ്. അപ്പൊ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഗവേൺ ചെയ്യുന്ന ഒരു മേജർ ഇക്വേഷൻ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് യു ഹാവ് Q ഈസ് ഈക്വൽ ടു H ഇൻറ്റു TS മൈനസ് T ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ക്യൂ ആണ്. സ്മോൾ ക്യൂവിനെ നമ്മൾ പറയുന്ന പേര് ഹീറ്റ് ഫ്ലക്സ് ആണ്. ഹീറ്റ് ഫ്ലക്സ്, that is heat transfer per unit area. അതേസമയം ക്യാപിറ്റൽ ക്യൂ ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഇപ്പൊ രണ്ടും ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ Q is equal to H into TS minus T infinity, where Q is the heat flux or the heat transfer per unit area. TS is the surface temperature, T infinity is the ambient temperature, and H is the heat transfer coefficient. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് heat transfer coefficient between plate and air. വാല്യൂസ് എല്ലാം അവിടെ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ T is equal to TS minus T infinity. TS എന്ന് പറയുന്നത് എന്താണ്? പ്ലേറ്റിന്റെ സർഫസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് പ്ലേറ്റ് ഈസ് 125 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആംബിയന്റ് എയർ 25 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പറഞ്ഞിട്ടും തന്നിട്ടുണ്ട്. അപ്പൊ 125 മൈനസ് 25 എന്ത് വരും? 100 ഡിഗ്രി സെൽഷ്യസിന് വരും. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? H is equal to Q divided by TS minus T infinity. Substituting the values, Q എത്ര തന്നിട്ടുണ്ട്? Q is equal to 8000 watt per meter square. Dissipates heat by convection at the rate of 8000 watt per meter square എന്ന് തന്നിട്ടുണ്ട്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നത് കൊണ്ട് തന്നെ അതെന്താണ്? അത് ഹീറ്റ് ഫ്ലക്സ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ സ്മോൾ ക്യൂ ഈസ് ഗിവൺ as 8000. നമ്മൾ ആൾറെഡി TS മൈനസ് T ഇൻഫിനിറ്റി കണ്ടുപിടിച്ചു. സോ H ഈസ് ഈക്വൽ ടു Q ബൈ TS മൈനസ് T ഇൻഫിനിറ്റി, വിച്ച് ഈസ് 8000 ബൈ 100 ചെയ്യുമ്പോൾ 80 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസിന് വരും ഈ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ വാല്യൂ. തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Ninth one. What is the increase in energy radiated when the surface temperature of the solid is doubled? സോളിഡിന്റെ സർഫസ് ടെമ്പറേച്ചർ നമ്മൾ ഇരട്ടിയാക്കുകയാണെങ്കിൽ എത്ര ഇൻക്രീസ് വരും? അതായത് റേഡിയന്റ് എനർജിയിൽ എത്രത്തോളം ഇൻക്രീസ് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ നമ്മൾ നേരത്തെ കണ്ടതാണ്. amount of radiant energy emitted is directly proportional to fourth power of absolute temperature T4. Okay, അപ്പോ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി വന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം there is a proportionality constant
and that is known as sigma into T raised to 4. ഇതാണ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. Sigma is the Stefan-Boltzmann constant. Okay, so this is the Stefan-Boltzmann equation. ഇവിടെ initial temperature T ആണ് assume ചെയ്യാം. We are assuming that the initial temperature of the body is T. അപ്പൊ initial radiant energy എത്രയായിരിക്കും? E1 is equal to sigma T raised to 4. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ ഡബിൾ ചെയ്തു, അതിനെ ഇരട്ടിയാക്കി. അപ്പൊ എന്ത് വരും? ദിസ് T will become 2T. ഓക്കെ, ഇപ്പൊ T2 നമ്മൾ കൊടുക്കുന്നില്ല. ടീനെ ഡബിൾ ചെയ്യുമ്പോൾ എന്ത് വരും? The temperature will become 2T. So in that case, again the radiant energy equal to sigma T raised to 4 തന്നെയാണ്. പക്ഷെ ടിക്ക് പകരം എന്ത് വരും? ടിക്ക് പകരം 2T ആയി. ഓക്കെ, സോ സിഗ്മ ഇൻറ്റു 2T raised to 4. അപ്പൊ 2 raised to 4 എത്രയാണ്? 16. സോ E2 is equal to sigma ഇൻറ്റു 16T raised to 4. അപ്പൊ ഈ സിഗ്മയും ഈ T raised to 4 എന്താണ്? ആൾറെഡി നമ്മൾ E1 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ E2 will become equal to 16 E1. അപ്പോ 16 ഇരട്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുന്നത് വഴി amount of radiant energy emitted is becoming 16 times. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർസെന്റേജ് ആണ് ചോദിച്ചിട്ട്. വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ എനർജി വെൻ ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ സോളിഡ് ഈസ് ഡബിൾഡ്? അത് നമ്മൾ പെർസെന്റേജിൽ എഴുതണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1600 പെർസെന്റേജ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 10th one. The concept of overall heat transfer coefficient is used in the case of heat transfer by radiation ആണോ കണ്ടക്ഷൻ? എവിടെയാണ് നമ്മൾ ഈ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The overall heat transfer coefficient is used when heat transfer occurs through multiple layers or multiple modes simultaneously. ഒരു സിംഗിൾ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വഴി അല്ല, കമ്പൈൻഡ് മോഡിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓവറോൾ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ യു. ഓക്കെ, അപ്പൊ കമ്പൈൻഡ് എന്ന് പറയുന്നതുകൊണ്ട് അത് കണ്ടക്ഷൻ പ്ലസ് കൺവെക്ഷൻ ആവാം, അല്ലെങ്കിൽ കൺവെക്ഷൻ പ്ലസ് റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ കണ്ടക്ഷൻ പ്ലസ് റേഡിയേഷൻ ആവാം. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡ് എന്ന് നോക്കാം. കണ്ടക്ഷൻ ഈസ് ഹാപ്പനിങ് ത്രൂ സോളിഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടക്ഷൻ എപ്പോഴും എന്താണ്? സോളിഡ് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇറ്റ് ഒക്കേഴ്സ് മെയിൻലി ത്രൂ സോളിഡ്സ്, ദാറ്റ് ഈസ് വാൾസ്, ട്യൂബ്സ്, ഇൻസുലേഷൻ എക്സെട്ര എക്സെട്ര. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ബിറ്റ്വീൻ സോളിഡ് സർഫസ് ആൻഡ് സറൗണ്ടിങ് ഫ്ലൂയിഡ്. അതായത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി തുറന്നു വെച്ചിരിക്കുകയാണ്, കുറെ നേരം കഴിയുമ്പോൾ തണുത്തു പോകും. കാരണം സറൗണ്ടിങ് എയർ, അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് എയർ ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ തണുപ്പിക്കുന്നത്. So that is the mechanism of convection. In real engineering system, heat transfer rarely happens by a single mode. ഏതൊരു കേസ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലും ഒരു സിംഗിൾ മോഡ് വഴി മാത്രമല്ല ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഒരു വാൾ വഴി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൺസിഡറിങ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ എ വാൾ, ഒരു പ്ലെയിൻ വാൾ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം hot fluid to wall surface by convection, then heat transfer through the wall material, that is conduction, and wall surface to cold fluid, actually convection. ഇത് നമ്മളൊരു പ്ലെയിൻ വാൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഈ പ്ലേറ്റിന്റെ സർഫസിലേക്ക് വരണമെങ്കിൽ എന്താണ് മാർഗം? ദാറ്റ് ഈസ് ബൈ കൺവെക്ഷൻ. ഇനി പ്ലേറ്റിനകത്ത് പറയുമ്പോൾ എന്താണ്? ഇതൊരു ബ്രിക്ക് ആണ് അല്ലെങ്കിൽ പ്ലെയിൻ വാൾ ആണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ മോളിക്യൂൾ തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് ട്രാൻസ്ഫർ, അതാണ് ഇവിടെ കണ്ടക്ഷൻ വരുന്നത്. ഇനി ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ഹീറ്റ്. ഇനി ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്? ഒരു എയറോ അല്ലെങ്കിൽ വാട്ടറോ ഫ്ലൂയിഡ് അവിടെ അവൈലബിൾ ആണ്. അവിടെയും അഗെയിൻ വാൾ സർഫസിൽ നിന്ന് പുറത്തോട്ടുള്ള ഫ്ലൂയിഡിലേക്ക് കൺവെക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോ ഈ ഒരു പ്ലെയിൻ വാളിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടക്ഷൻ പ്ലസ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ് ബോത്ത് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ടുഗദർ. സോ Q ഈസ് ഈക്വൽ ടു UA ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് നമുക്ക് എഴുതുക. U ഈസ് ദ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, A ഈസ് ദ സർഫസ് ഏരിയ,
Delta T is the overall temperature difference. Okay. ഇവിടെ ചോദ്യം ഇതാണ്, concept of overall heat transfer coefficient is used in the case of heat transfer by conduction and convection. Option C is the correct answer. 11th question, critical thickness of insulation, isolation അല്ല കേട്ടോ, ഇൻസുലേഷൻ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. Critical thickness of insulation for sphere is given by. Critical thickness of insulation സ്പിയറിന് എത്രയാണ്, അതിന്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ നോക്കാം. ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. When insulation is added to a sphere, two opposite effects is happening. നമ്മൾ സ്പിയറിന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോളിന് നമ്മൾ കുറെ ഇൻസുലേഷൻ എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. അപ്പൊ കവർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യുന്ന എന്തിനാണ്, അതിനകത്ത് നിന്നുള്ള ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഹീറ്റ് ഓട്ടോമാറ്റിക് ഹീറ്റ് അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻസുലേഷൻ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് സർഫസ് ഏരിയ ഇൻക്രീസസ്, റെഡ്യൂസിങ് കൺവെക്ഷൻ റെസിസ്റ്റൻസ്. ഇപ്പൊ ഒരു ബോളില് നമ്മൾ കുറെ അധികം ഇൻസുലേഷൻ നമ്മൾ ചുറ്റി വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ ഇഫക്റ്റീവ് റേഡിയസ് കൂടുകയാണ്. ബോളിന്റെ റേഡിയസ് ഇത്രയേ ഉള്ളൂ, പക്ഷെ നമ്മൾ പുറമെ നമ്മൾ ഒരുപാട് ഇൻസുലേഷൻ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ ദ റേഡിയസ് വിൽ ഗോസ് ഓൺ ഇൻക്രീസിങ്. അപ്പൊ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് ഏതിന്റെ, സ്പിയറിന്റെ. അപ്പൊ R കൂടുന്നതനുസരിച്ച് സർഫസ് ഏരിയയും എന്ത് ചെയ്യും, കൂടും. സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് കൺവെക്ഷൻ റെസിസ്റ്റൻസ് കുറയും, അല്ലെങ്കിൽ കൺവെക്ഷൻ വഴി ഒരുപാട് ഹീറ്റ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫർ കൺവെക്ഷൻ വഴി നടക്കും. അപ്പോ നമ്മള് സ്പിയറിൽ നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഹീറ്റ് ലോസ് കുറയുന്നതിന് പകരം ഹീറ്റ് ലോസ് കൂടി അത് മാക്സിമത്തിലേക്ക് എത്തും. ആ ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഹീറ്റ് ലോസ് കുറയാനായിട്ട് തുടങ്ങും. ഇനീഷ്യലി ദ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ മേ ഡോമിനേറ്റ്, കോസിംഗ് heat loss to increase, and that will be reaching a maximum. And beyond certain radius, the conduction resistance becomes dominant and heat loss decreases. Conduction resistance എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂരിയർ ഇക്വേഷനിൽ Q is equal to delta T divided by L/Ka. ഈ L/Ka അല്ലെങ്കിൽ താഴെ വരുന്ന ഈ ടേമിനെയാണ് നമ്മൾ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് വരും, ഹീറ്റ് ലോസ് കുറയും, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. പക്ഷെ ഈ സ്പിയറിന്റെ കേസിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇനീഷ്യലി ദ ഹീറ്റ് ലോസ് വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ ബി റീച്ചിങ് എ മാക്സിമം ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിക്രീസിങ്. അപ്പോ ഈ ഒരു ടേണിംഗ് പോയിന്റ്, ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമത്തിലായി നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ റേഡിയസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ റേഡിയസോ അതിൽ കൂടുതലോ ഇൻസുലേഷൻ കൊടുക്കുന്നത് കൊണ്ടേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. വെറുതെ കുറെ നമ്മൾ ഇൻസുലേഷൻ കൊടുത്തു സ്പിയറിൽ അല്ലെങ്കിൽ സിലിണ്ടർ ആണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. വെറുതെ കുറച്ച് ഇൻസുലേഷൻ കൊടുത്തുകൊണ്ട് ഹീറ്റ് ലോസ് കുറയും എന്ന്, അല്ലെങ്കിൽ ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. അത് കൊടുക്കുന്ന കൊടുക്കുന്ന ഇൻസുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേഡിയസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ ഹീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ദ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഓർ ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ദ തിക്നെസ് അറ്റ് വിച്ച് ദ ഹീറ്റ് ലോസ് ഫ്രം എ സിലിണ്ടർ ഓർ സ്പിയർ ബിക്കംസ് മാക്സിമം. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രാഫ് വരച്ച് കാണിച്ചു തന്നു. അപ്പോ ഇപ്പൊ റേഡിയസ് ഇപ്പൊ വലത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് റേഡിയസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ റേഡിയസ് കൂടി ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുന്ന വരെ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫർ കൂടും. ദിസ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ദിസ് ഈസ് ദ എക്സ് അല്ലെങ്കിൽ R എന്ന് പറയും റേഡിയസ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാക്സിമം ആണ്. പിന്നെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോകില്ല, പിന്നെ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഡിക്ലൈൻ ചെയ്ത് താഴോട്ട് വരികയാണ് ചെയ്യുക. ഓക്കെ, ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് critical thickness of insulation for a sphere is given by എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഫോർമുല കാണാതെ പഠിച്ചു വെക്കുക. സിലിണ്ടറിന് ആർ സി ഈക്വൽ ടു കെ ബൈ എച്ച്, സ്പിയറിനാണെങ്കിൽ ആർ സി ഈക്വൽ ടു 2k ബൈ എച്ച്. കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി, എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. സോ സിലിണ്ടർ കെ ബൈ എച്ച്, സ്പിയറിന് 2k ബൈ എച്ച്. ഇപ്പൊ ഇവിടെ സ്പിയറിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 12th one, which statement is not related to the concept of black body? ബ്ലാക്ക് ബോഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ഏതാണ് താഴെ തന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമ്മൾ ആ ബ്ലാക്ക് ബോഡി ആൾറെഡി ഡിഫൈൻ ചെയ്തു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ബോഡിയാണ്. വരുന്ന റേഡിയന്റ് എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യും, അത്രയും തന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഒന്നും കടത്തി വിടുകയോ അല്ല റിഫ്ലക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. റിഫ്ലക്ഷൻ 0 ആണ്, ട്രാൻസ്മിഷൻ എന്താണ് 0 ആണ്. അപ്പൊ ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാം ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് എനി റേഡിയേഷൻ. കറക്റ്റ് ആണ്. ബ്ലാക്ക് ബോഡി റിഫ്ലക്ഷൻ ഒന്നുമില്ല. അത് എന്താണ് ഡസ് നോട്ട് റിഫ്ലക്ഷൻ എനി റേഡിയേഷൻ ഉള്ളത് കറക്റ്റ് ആണ്. എമിസിവിറ്റി വാല്യൂ ഈസ് ടേക്കൺ ആസ് 1. എമിസിവിറ്റി വാല്യൂ എന്താണ്? ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി എപ്സിലോൺ ഫോർ എ ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു 1. എന്താ കാരണം? എമിസിവിറ്റി ഈസ് ഈക്വൽ ടു എമിസിവിറ്റി ഓഫ് എ ബോഡി divided by emissivity of a black body. I mean emissivity is equal to emissive power of a black body divided by emissive power of a black body. അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ കേസിൽ എന്താണ്? താഴെ ആൾറെഡി എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി തന്നെയാണ്, മുകളിലും എന്തായിരിക്കും? എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. കാരണം ബ്ലാക്ക് ബോഡിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ബോഡി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി തന്നെയാണ്. പിന്നെ താഴെ ആൾറെഡി ബ്ലാക്ക് ബോഡി തന്നെയാണ്. സോ എമിസീവ് പവർ ബൈ എമിസീവ് പവർ വിൽ ബിക്കം 1. അങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി 1 എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ എമിസിവിറ്റി 1 ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ്ലി ഡിഫ്യൂസ് എമിറ്റർ. പെർഫെക്റ്റ്ലി ഡിഫ്യൂസ് എമിറ്റർ എന്ന് പറയുന്നത് എന്താണ്? എമിറ്റ്സ് റേഡിയേഷൻ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഒരു ഡയറക്ഷൻ, ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമല്ല, എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഡിഫ്യൂസ് എമിറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലാക്ക് ബോഡി ഒരു ഡിഫ്യൂസ് എമിറ്ററും കൂടിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? എമിസിവിറ്റി ഈസ് ലെസ് ദാൻ 1 ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് വേവ് ലെങ്ത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എമിസിവിറ്റി ലെസ് ദാൻ 1 അല്ല. എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ആൾറെഡി നമ്മൾ ഓപ്ഷൻ ബി പറഞ്ഞതാണ്. അപ്പൊ വീണ്ടും ഇവിടെ എമിസിവിറ്റി ലെസ് ദാൻ 1 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം ഇതാണ്, ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് എ ബ്ലാക്ക് ബോഡി. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 13th question. The radial heat transfer rate through hollow cylinder increases as ratio of outer radius to inner radius. അതായത് റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഒരു ഹോളോ സിലിണ്ടറിലൂടെയുള്ള റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ആ R2/R1 അല്ലെങ്കിൽ ഔട്ടർ റേഡിയസ് ടു ഇന്നർ റേഡിയസിന് എന്ത് സംഭവിക്കും? അത് കൂടുവോ, അതല്ല കുറയോ, അല്ല കോൺസ്റ്റന്റ് ആക്കി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബേസിക് ഇക്വേഷൻ ഇതാണ്. Heat transfer through a hollow cylinder or radial heat transfer depends strongly on the ratio of outer radius to inner radius. Okay. Heat transfer Q is equal to 2 pi Lk into T1 minus T2 divided by log of R2/R1. ഈ മുഴുവൻ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട. ഇവിടെ ആകെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? R2/R1 എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. Q is proportional to 1 by log of R2/R1. ഈ R2 എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഔട്ടർ റേഡിയസും R1 എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഇന്നർ റേഡിയസും ആണ്. അപ്പൊ Q എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു 1 by log R2/R1. അപ്പൊ Q ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? The radial heat transfer rate through the hollow cylinder increases. അപ്പൊ Q ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യവും ഇൻക്രീസ് ചെയ്യണം അല്ലെ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇപ്പൊ Q ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ ഹോൾ ക്വാണ്ടിറ്റി 1 by log R2/R1 കൂടണം. അപ്പൊ ഈ ഹോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ റേഷ്യോ കൂടണമെങ്കിൽ R2/R1 എന്ത് ചെയ്യണം? R2/R1
ഡിക്രീസ് ചെയ്യണം അല്ലെ. താഴെ ഡിനോമിനേറ്റർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ. സോ Q directly proportional to 1 by log R2 by R1. So heat transfer rate is inversely proportional to R2 by R1. Increasing the ratio R2 by R1 will result in a decrease in heat transfer. അല്ലെങ്കിൽ തിരിച്ചു പറയാം എന്താണ്? ഡിക്രീസിങ് R2 by R1 will be increase in heat transfer ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ കൂടണമെങ്കിൽ R2 by R1 ഡിക്രീസ് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതേസമയം ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കാനാണ് അവർ ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഓപ്ഷൻ എ വരും. R2 by R1 ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് Q ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 14th one, heat exchange between water and air in radiator takes place by. ഒരു റേഡിയേറ്ററിൽ വാട്ടറും എയറും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഏത് മെത്തേഡ് വഴിയാണ്? കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. A radiator transfers heat from hot water or coolant to the surrounding air. നമുക്കറിയാം ഓട്ടോമൊബൈൽ റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ്? A radiator transfers heat from a hot water to the surrounding air. എഞ്ചിൻ തണുപ്പിക്കുമ്പോൾ നമ്മൾ കൂളന്റ് ഉപയോഗിക്കും. ആ കൂളന്റ് എന്ത് ചെയ്യും? റേഡിയേറ്റർ വഴി ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? സറൗണ്ടിങ് എയർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് അത് കൂളാവും. The heat transfer occurs in a radiator by 3 steps. റേഡിയേറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഈ രീതിയിലാണ്. ഒന്നാമത്തേത് വാട്ടർ ടു ഇന്നർ സർഫസ് ഓഫ് ദ ട്യൂബ്. അതായത് ഈ കൂളിംഗ് വാട്ടർ എഞ്ചിനകത്തു നിന്നുള്ള എല്ലാ ഹീറ്റും എടുത്ത് എന്ത് ചെയ്യും? ആ ട്യൂബിലൂടെ വരും. ആ ട്യൂബിലൂടെ വരുന്ന സമയത്ത് ഹോട്ട് വാട്ടർ ഈസ് ഫ്ലോയിങ് ആൻഡ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കൺവെക്ഷൻ. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് മൂവ്മെന്റ് ഉണ്ട്. ഹോട്ട് വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ ദ ട്യൂബ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ഹോട്ട് വാട്ടറിന്റെ ആ ഹീറ്റ് എല്ലാം എന്ത് ചെയ്യും? ഈ പറയുന്ന ട്യൂബിന്റെ വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ ഫ്ലൂയിഡ് മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കൺവെക്ഷൻ. ഇനി അടുത്തതായിട്ട് ഇപ്പൊ ഇതിന്റെ ട്യൂബിന്റെ വാൾ ചൂടായിരിക്കുകയാണ്. ത്രൂ ദ മെറ്റൽ ട്യൂബ് ഹീറ്റ് പാസസ് ത്രൂ ദ റേഡിയേറ്റർ ട്യൂബ് വാൾ വേർ ഹീറ്റ് ഈസ് ബീൻ ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ. ഈ പറയുന്ന ട്യൂബ് വാൾ ആൾറെഡി ചൂടായിരിക്കുകയാണ്. അതൊരു മെറ്റലാണ് അല്ലെ. ആ മെറ്റൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? അതിനകത്തുള്ള മെറ്റാലിക് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ മോളിക്യൂൾ ടു മോളിക്യൂൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? കണ്ടക്ഷൻ ആണ്. സോ ത്രൂ ദ മെറ്റൽ ട്യൂബ് it is the transfer of heat by conduction. And third one, finally, outer surface of the tube to air. ട്യൂബ് ആൾറെഡി വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്തു? ട്യൂബിലേക്ക് എത്തി. ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്തു? ട്യൂബ് മുഴുവനായിട്ട് ചൂടായി. ഈ ട്യൂബ് ചൂടായി കഴിഞ്ഞാൽ ട്യൂബിന് പുറത്ത് എന്തുണ്ട്? സറൗണ്ടിങ് എയർ ഉണ്ട്. അപ്പോൾ ഈ ട്യൂബിൽ നിന്ന് എയറിലേക്ക് കൺവെക്ഷൻ വഴി അഗെയിൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇപ്പൊ ഇവിടെ കമ്പൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആദ്യം കൺവെക്ഷൻ, പിന്നെ കണ്ടക്ഷൻ, പിന്നെയും കൺവെക്ഷൻ. അപ്പൊ റേഡിയേറ്ററിലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ കൺവെക്ഷൻ എല്ലാം കമ്പൈൻഡ് ആണ്. ചോദ്യം ഇതാണ്: ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് എയർ ഇൻ റേഡിയേറ്റർ ടേക്സ് പ്ലേസ് ബൈ ഓപ്ഷൻ സി ബോത്ത് ബൈ കണ്ടക്ഷൻ ആസ് വെൽ ആസ് ബൈ കൺവെക്ഷൻ. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് റേഡിയേറ്റർ വാളും സറൗണ്ടിങ് എയർ. ഇതാണ് ഇപ്പൊ റേഡിയേറ്റർ എന്ന് വെച്ചോളാം. ഇതാണ് റേഡിയേറ്റർ. ഈ റേഡിയേറ്ററും സറൗണ്ടിങ് എയറും അല്ലെങ്കിൽ സറൗണ്ടിങ് ഫ്ലൂയിഡും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഏത് വഴിയാണ് എന്നുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദാറ്റ് ഈസ് ഓൺലി ബൈ മീൻസ് ഓഫ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, റേഡിയേറ്ററിന്റെ വാളും സറൗണ്ടിങ് എയർ തമ്മിൽ കൺവെക്ഷൻ മാത്രമേ ഉള്ളൂ, കണ്ടക്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ ചോദ്യം വാട്ടറും എയറും തമ്മിലാണ്. വാട്ടർ എയർ തമ്മിൽ എന്ത് ചെയ്യണം? ആദ്യം വാട്ടറിൽ നിന്ന് ട്യൂബിലേക്ക് എത്തണം, പിന്നെ ട്യൂബിൽ നിന്നാണ് എയറിലേക്ക് പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. റേഡിയേറ്ററിന് ചോദ്യമാണെന്ന് പറഞ്ഞ് ചാടി കയറി ആൻസർ എഴുതി കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. റേഡിയേറ്ററിന്റെ തന്നെ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇഫ് ദേ ആർ ആസ്കിംഗ് അബൌട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് എയർ, go for conduction and convection. And if they are asking for heat transfer between radiator wall and the surrounding air, go for convection. ഇവിടെ ഉത്തരം സി ആണ്. 15th one, the fastest mode of heat transfer. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
Heat can be transferred by conduction, convection and radiation. നമുക്ക് ആൾറെഡി അറിയാവുന്നതാണ്. The speed of heat transfer depends on the mechanism involved. ഏത് രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അനുസരിച്ച് അതിന്റെ സ്പീഡിൽ മാറ്റങ്ങൾ വരും. ഒന്നാമത്തേത് കണ്ടക്ഷൻ ആണ്. നമുക്കറിയാം ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ molecular vibrations or free electrons. It requires a material medium and is relatively slow. കണ്ടക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ മെയിൻ ആയിട്ട് അതിനകത്ത് മോളിക്കുലാർ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഓക്കെ, ഇനി അതേസമയം അത് കൺവെക്ഷൻ ആണെങ്കിലോ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ബൾക്ക് മോഷൻ ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് മേ ബി ലിക്വിഡ് ഓർ എ ഗ്യാസ് ആൻഡ് ഈസ് ജനറലി ഫാസ്റ്റർ ദാൻ കണ്ടക്ഷൻ ബിക്കോസ് ഫ്ലൂയിഡ് ക്യാരീസ് ഹീറ്റ് ആസ് ഇറ്റ് മൂവ്സ്. അതായത് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തുറന്നു വെക്കുകയാണ്, അപ്പൊ അതിനകത്ത് ആ പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ പാത്രത്തിന് താഴെയുള്ള ഭാഗം ആദ്യം ചൂടാവും, ചൂടായിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ള ലിക്വിഡ് ചൂടാവുന്നത്. അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതേ പാത്രത്തിലുള്ള ചൂടുവെള്ളം നമ്മൾ തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് തണുക്കും. അപ്പോ ഈ വെള്ളം ചൂടാവാൻ എടുത്തുള്ള സമയത്തിനെക്കാട്ടി കൂടുതൽ ഈ വെള്ളം തണുക്കാനുള്ള സമയം എന്താണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് അല്ലെങ്കിൽ ക്വിക്കർ ആയിട്ട് തന്നെ ആ വെള്ളം തണുക്കും. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ മീനിങ്. കാരണം അവിടെ ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് ഉണ്ട്, സറൗണ്ടിങ് എയർ ഉണ്ട്. അപ്പൊ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 1, 2, 3 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ വെള്ളം തണുത്തു പോകും. പക്ഷെ ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെക്കാട്ടി ഫാസ്റ്റ് ആണ് ഏത്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി മൂന്നാമത് ഒരു മോഡും കൂടെ ഉണ്ട്, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. അത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. കാരണം ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം. ഓക്കെ, അത് ഗ്യാസ് ആണോ അതല്ല ലിക്വിഡ് വേണം അല്ലെങ്കിൽ എയർ വേണം, അങ്ങനെയുള്ള ഒരു റിക്വയർമെന്റ് ഒന്നുമില്ല. ഈവൻ വാക്വത്തിലാണെങ്കിൽ പോലും, വാക്വം സ്പേസിലാണെങ്കിൽ പോലും റേഡിയേഷൻ നടക്കും. അതും വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ അത്രയും സ്പീഡ് ഇതിനുണ്ട്, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ മോഡ് ഏതാണ്, റേഡിയേഷൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 16th one, according to Newton's law of cooling, the heat transfer from a hot body to a cold body is directly proportional to. Newton's law of cooling നമ്മൾ ആൾറെഡി കണ്ടതാണ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? amount of heat transfer is equal to h into a into ts minus t infinity. ഇവിടെ h എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, a എന്ന് പറയുന്നത് സർഫസ് ഏരിയ, ts എന്ന് പറയുന്നത് സർഫസ് ടെമ്പറേച്ചർ, t ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആംബിയന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എയറിന്റെ ടെമ്പറേച്ചർ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏതിനാണ്, സർഫസ് ഏരിയക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ബോഡീസ് ts മൈനസ് t ഇൻഫിനിറ്റിക്കും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ഇസ് ദ ആൻസർ. അതായത് q is equal to h into ts minus t infinity ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. is directly proportional to surface area and difference of temperature between the bodies. 17th one, Stephen Boltzmann law is applicable for heat transfer by. ഏതാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ? Q is എന്താണ്, Q is proportional to T raised to 4 അല്ലെങ്കിൽ Q is equal to sigma T raised to 4 where sigma is the Stephen Boltzmann constant and this law is the popular law in radiation heat transfer. Option A is the correct answer. Question number next 18th question ആണ്. With usual notation, the radiation emission from gray surface. ഗ്രേ സർഫസിൽ നിന്നുള്ള റേഡിയന്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്, അതിന്റെ ഫോർമുല എന്താണെന്നുള്ളതാണ് ചോദ്യം. A black body is an ideal emitter with emissivity is equal to 1. നമുക്കറിയാം ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി 1 ആണ്. കാരണം എമിസിവിറ്റി ഈക്വൽ ടു mc പവർ ഓഫ് എ ബോഡി ബൈ mc പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി ആകുമ്പോൾ രണ്ടും ബ്ലാക്ക് ബോഡി തന്നെ വരും. അപ്പൊ എന്ത് വരും, എമിസിവിറ്റി വിൽ ബി ഈക്വൽ ടു 1. According to Stephen Boltzmann law,
the emissive power of a black body is equal to sigma T raised to 4. Ini gray body എന്ന് പറയുന്നത് എന്താ? It is a real body whose emissivity is always less than 1 but remains constant at all wavelength. ബ്ലാക്ക് ബോഡിയെ കാട്ടി എമിസിവിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ 1ന് താഴെ എമിസിവിറ്റിയുടെ വാല്യൂ മാക്സിമം എന്താണ് 1 ആണ്. അത് ബ്ലാക്ക് ബോഡിക്ക് മാത്രമാണ് 1 വാല്യൂ വരുന്നത്. ബാക്കിയുള്ള ബോഡീസിനെല്ലാം 1നെ കാട്ടി താഴെ ആയിരിക്കും എമിസിവിറ്റി. അപ്പൊ ഗ്രേ ബോഡി എന്ന് പറയുന്നത് റിയൽ ബോഡിയാണ്. അതിന്റെ എമിസിവിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, എമിസിവിറ്റി ഓഫ് എ ഗ്രേ ബോഡി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ വേവ്ലെങ്ത്. Since a gray body emits only a fraction of the radiation emitted by a black body, അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? എമിസീവ് പവർ ഓഫ് എ ഗ്രേ ബോഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡിയാണ് മാക്സിമം പവർ എമിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോർഷൻ മാത്രമേ ഗ്രേ ബോഡി എമിറ്റ് ചെയ്യുന്നുള്ളൂ. അത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? എമിസിവിറ്റി എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു. എമിസിവിറ്റി ഈസ് ഈക്വൽ ടു എമിസീവ് പവർ ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ടൈംസ് ഇ ബി. ഇവിടെ ചോദ്യം ഇതാണ്: with the usual notation, radiation heat emission from a gray surface is epsilon times sigma T raised to 4. Option C is the correct answer. തന്നെയാണ് E is equal to epsilon into EB, but EB equal to sigma T raised to 4. അപ്പോൾ എന്ത് വരും? epsilon sigma T raised to 4. ഈ മൂന്ന് ടേം ഇവിടെ ഇല്ല നോക്കൂ. epsilon sigma T raised to 4. Option C is the correct answer. If a body transmits all the radiations incident on it, then it is known as. അതായത് ഒരു ബോഡി എല്ലാ ഡയറക്ഷനിലും റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തു പറയും എന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രാൻസ്മിഷൻ എന്ന് അവിടെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കടത്തിവിടുന്നുണ്ട്. കടത്തിവിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഓപ്ഷനിലുള്ള ഒരു ക്ലൂ നോക്കുക. ട്രാൻസ്പാരന്റ് ബോഡി ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. കാരണം ട്രാൻസ്പാരന്റ് ബോഡി മാത്രമേ വരുന്ന റേഡിയേഷൻസിനെ മുഴുവൻ കടത്തിവിടുകയുള്ളൂ. ഓക്കെ, ബ്ലാക്ക് ബോഡി കടത്തിവിടില്ല, വൈറ്റ് ബോഡി, ഗ്രേ ബോഡി ഒന്നും കടത്തിവിടില്ല. ഇറ്റ് ഈസ് ദ ട്രാൻസ്പാരന്റ് ബോഡി വിച്ച് ട്രാൻസ്മിറ്റ്സ് ഓൾ ദ ഇൻസിഡന്റ് റേഡിയേഷൻ അപ്പോൺ ഇറ്റ്. That is, when radiation falls on a body, it can be absorbed, reflected or transmitted, but their sum is always equal to 1. നേരത്തെ നമ്മൾ കണ്ടതാണ്. Absorptivity plus reflectivity plus transmissivity is equal to 1. If a body transmits all the incident radiation, എന്തായിരിക്കും? ട്രാൻസ്മിസിവിറ്റി 1 ആയിരിക്കും, ബാക്കി രണ്ടും 0 ആയിരിക്കും. സോ ടോ വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ ടോ 1 ആയിട്ടുള്ള ഒരു ബോഡിയെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്പെറന്റ് ബോഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the heat of sun reaches earth according to. സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ എത്തുന്നത് ഏത് ഹീറ്റ് ട്രാൻസ്ഫർ വഴിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ബേസിക് ആയിട്ടുള്ള തിയറി ഇതാണ്: ഹീറ്റ് ഫ്രം ദ സൺ മസ്റ്റ് ട്രാവൽ ത്രൂ ദ ഔട്ടർ സ്പേസ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് എ വാക്വം. ഓക്കെ, അതായത് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അതിന്റെ ഔട്ടർ സർഫസ്, ഭൂമിയുടെ ഔട്ടർ സർഫസിലൂടെ കുറെ നേരം അല്ലെങ്കിൽ കുറെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ട് വേണം എത്താൻ. ആ സ്പേസ് ഓൾമോസ്റ്റ് ഒരു വാക്വം സ്പേസ് ആണ്. എന്ന് വെച്ചാൽ അവിടെ മെറ്റീരിയൽ മീഡിയം ഒന്നുമില്ല, എയറോ അല്ലെങ്കിൽ വേറെ ഒരു മീഡിയം, അവിടെ ഗ്യാസോ ഒന്നുമില്ല. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ റിക്വയർ എ മെറ്റീരിയൽ മീഡിയം, സോ ദേ കനോട്ട് ഒക്കർ ത്രൂ എ വാക്വം. അപ്പോ ഇവിടെ ഏത് മോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? കണ്ടക്ഷൻ പോസിബിൾ അല്ല, കൺവെക്ഷനും പോസിബിൾ അല്ല. എന്താ കാരണം? കണ്ടക്ഷന് വാക്വത്തിലൂടെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും വാക്വത്തിലൂടെ നടക്കില്ല. എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് വാക്വം സ്പേസ് ആണ്. സോ വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു മോഡ് മാത്രമേ ഉള്ളൂ. ഏത്? ഇറ്റ് ഈസ് ദ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. റേഡിയേഷൻ ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് and does not require any material medium, and therefore the sun's heat reaches the earth only by radiation. Option C is the correct answer. അടുത്ത ചോദ്യം: find the amount of heat required to raise the temperature of 3.2 liters of water from 30 degrees Celsius to 48 degrees Celsius. Okay,
അതായത് 3.2 ലിറ്റർ വെള്ളത്തിനെ 30 ഡിഗ്രിയിൽ നിന്ന് 48 ഡിഗ്രിയിലേക്ക് ഹീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. കലോറിയിലാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്. ഇവിടെ heat required to raise the temperature of the substance is calculated using Q is equal to mc into delta T. ഇത് തെർമോഡൈനാമിക്സ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Q is equal to mc delta T, where C is the specific heat, m is the mass, delta T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതെല്ലാം കൂടെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3.2 into 1 into delta T എത്രയാണ്? 48ൽ 30ൽ നിന്ന് 48ലേക്കാണ് എത്തിക്കേണ്ടത്. So 48 minus 30, it is 18. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 57.6 കിലോ കലോറി എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ. ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. An optical pyrometer measures very high temperature without touching the object. അതായത് സണ്ണിന്റെ എല്ലാം ടെമ്പറേച്ചർ വളരെ ഇനോർമസ്ലി ഹൈ ആണ്. ഒരിക്കലും നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരു നോൺ കോണ്ടാക്ട് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത്തരമുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പൈറോമീറ്റർ. ഓക്കെ, ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. It works by comparing the brightness of a hot body with the brightness of a calibrated filament at a specific wavelength. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. സണ്ണിന്റെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ സണ്ണിന്റെ ബ്രൈറ്റ്നസ്സും അതേപോലെ ഈ ഒപ്റ്റിക്കൽ പൈറോമീറ്ററിലുള്ള ഒരു കാലിബ്രേറ്റഡ് ഫിലമെന്റിന്റെ ബ്രൈറ്റ്നസ്സും നമ്മൾ എന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്യും. The intensity of radiation at a particular wavelength depends on the temperature as described by Wien's distribution law. Wien's distribution law എന്നും പറയാറുണ്ട്, Wien's displacement law എന്നും പറയാറുണ്ട്. Wien's displacement law. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിൽ ഉള്ള റേഡിയേഷന്റെ ഇന്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് Wien's displacement law ആണ്. When the filament and the hotter body appear equally bright, their temperatures are same. അപ്പൊ നമ്മൾ ഈ കാലിബ്രേറ്റഡ് ഫിലമെന്റും അതുപോലെ ഹോട്ട് ബോഡിയും ഒരേ പ്രകാശത്തിൽ അല്ലെങ്കിൽ ഈക്വലി ബ്രൈറ്റ് ആവുന്നത് എപ്പോഴാണോ അപ്പൊ അതിന്റെ ടെമ്പറേച്ചേഴ്സ് സെയിം ആയിരിക്കും. ഈ കാലിബ്രേറ്റഡ് ഫിലമെന്റ് ടെമ്പറേച്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അതേ ടെമ്പറേച്ചറിന്റെ ആയിരിക്കും ഈ പറയുന്ന ഹോട്ട് ബോഡിക്ക്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അതായത് ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ലാംഡ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വേവ് ലെങ്ത്, ടി എന്ന് പറയുന്ന ബോഡിയുടെ ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ദ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഇനി അടുത്തത്, എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് blows over a hot plate of dimensions 50 into 60 centimeter maintained at 250 degrees Celsius. If the convection heat transfer coefficient is 29 watt per meter square degree Celsius, the heat transfer took place in kilowatt. അതായത് എയർ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഒരു ഹോട്ട് പ്ലേറ്റിലൂടെ ബ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഹോട്ട് പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 250 ആണ്. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വോയിസ് ഓഡിബിൾ ആണോ? ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ഹലോ, അപ്പൊ ഇതില് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. Q is equal to HA into TS minus T infinity, where H is the heat transfer coefficient, A is the surface area. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്യൂരിയേഴ്സ് ലോയിലും അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോയിലും ഉപയോഗിക്കുന്ന ഏരിയ രണ്ടും രണ്ടാണ്. ന്യൂട്ടൺസ് ലോ ഉപയോഗിക്കുന്നത് സർഫസ് ഏരിയ ആണ്, നേരെ മറിച്ച് ഫ്യൂരിയർ ലോയിൽ ഉപയോഗിക്കുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ,
വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ പ്ലേറ്റിന്റെ ഡയമെൻഷൻസ് 50/60 തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, മീറ്ററിനെ കൺവേർട്ട് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിച്ചു. ഈ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പ്ലേറ്റിന്റെ സർഫസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് കിട്ടുന്നത് 2001 കിലോ വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഡെൽറ്റ ടി കണ്ടുപിടിച്ചു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q is equal to 2001 കിലോ വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട് കിട്ടും. 2001 കിലോ വാട്ട് അല്ല, സോറി, 2001 വാട്ട്സ് ആണ് എഴുതിയപ്പോൾ മാറിപ്പോയത്. 2001 വാട്ട്സ് ആണ്. സോ ദാറ്റ് വിൽ ബിക്കം 2 കിലോ വാട്ട്. നമുക്ക് ആൻസർ ചോദിച്ചിട്ടുള്ളത് കിലോ വാട്ടിലാണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്. തെർമൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്, അതിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K ഈസ് വാട്ട് പെർ മീറ്റർ കെൽവിൻ. അതേസമയം ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് Hന്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. വ്യത്യാസം മനസ്സിലാക്കുക. ഇത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഇത് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇതിന്റെ ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ വാട്ട് പെർ മീറ്റർ കെൽവിൻ. എപ്പോൾ ശ്രദ്ധിക്കുക, കെൽവിൻ നമ്മൾ ക്യാപിറ്റൽ K ആണ് ഉപയോഗിക്കുക, സ്മോൾ k ഉപയോഗിക്കാറില്ല. അപ്പൊ ഇവിടെ സ്മോൾ k ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഓക്കെ, ഇത് രണ്ടും ഒരേ കാര്യമല്ല. ഇവിടെ വാട്ട് പെർ മീറ്റർ കെൽവിൻ ക്യാപിറ്റലും ഇവിടെ കെൽവിൻ സ്മോൾ ആണ്. ഒരിക്കലും ഈ ആൻസർ മാറി എഴുതരുത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് നോൺ മെറ്റാലിക് അമോർഫസ് സോളിഡ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ് ഈ അമോർഫസ്? ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് മെറ്റീരിയൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യൂണിഫോം അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മെറ്റീരിയൽ സ്ട്രക്ചർ ഉള്ള സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ഹാവിങ് യൂണിഫോം ആൻഡ് ഓർഡേർഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അമോർഫസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഗോട്ട് ഇറഗുലർ, ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം അതല്ല, ജസ്റ്റ് ഞാൻ ടേം വന്നുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് നോൺ മെറ്റാലിക് അമോർഫസ് സോളിഡ് ഡാഷ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് അമോർഫസ് സോളിഡിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുകയാണോ കുറയുകയാണോ, അതല്ല കോൺസ്റ്റന്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ നോൺ മെറ്റാലിക് അമോർഫസ് സോളിഡ്സ് സച്ചസ് ഗ്ലാസ് അറിയാം, നമുക്കറിയാലോ, വിൻഡോ ഗ്ലാസ് ആണെങ്കിലും ശരി, അതല്ല ഓട്ടോമൊബൈലിന്റെ ഗ്ലാസ് ആണെങ്കിൽ, എന്ത് ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസ് ഒരു നോൺ മെറ്റാലിക് അമോർഫസ് സോളിഡ് എക്സാമ്പിൾ ആണ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് മെയിൻലി ബൈ ലാറ്റിസ് വൈബ്രേഷൻസ്. അല്ലെ ഫോണോൺസ് എന്നാണ് നമ്മൾ പറയുക. ഫോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നൊക്കെ നമ്മൾ പറയാം. അതുപോലെ ഫോണോൺ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്, മോളിക്കുലർ പാർട്ടിക്കിൾ ആണ്. സോ ഈ ഫോണോൺസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേഷൻ വഴിയാണ് ഈ അമോർഫസ് സോളിഡ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. As the temperature decreases, the energy of this vibration also decreases, reducing the ability of the material to conduct heat. ഈ ഫോണോൺസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചറിന് അനുസരിച്ചാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വൈബ്രേഷൻ കൂടും, അതുവഴി കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്ക് ഇവരുടെ വൈബ്രേഷണൽ എനർജി കുറയും. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു വരും. ഹെൻസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് എ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫോർ നോൺ മെറ്റാലിക് അമോർഫസ് സോളിഡ്സ് ആൻഡ് ദിസ് ബിഹേവിയർ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് മെനി ക്രിസ്റ്റലൈൻ നോൺ മെറ്റൽസ്. രണ്ടും നോൺ മെറ്റൽ ആണ്, പക്ഷെ അമോർഫസ് ഞാൻ പറഞ്ഞു ഹൈലി ഡിസോർഡർ ആണ്, ക്രിസ്റ്റലൈൻ ഞാൻ പറഞ്ഞു ഹൈലി ഓർഡർ ആണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് തെർമൽ കണ്ടക്ടിവിറ്റി കൂടും. നേരെ
വീഡിയോ പോസ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ് സാർ, ഇപ്പൊ ഓക്കെയാണ്. സ്ക്രീൻ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല സാർ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ആസ് പെർ ഡാഷ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ആസ് പെർ ഡാഷ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ട്രാൻസ്ഫർ ഏത് ലോ വഴിയാണ് നടക്കുന്നത്? ഫസ്റ്റ് ലോ ആണോ സെക്കൻഡ് ലോ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോ സെക്കൻഡ് ലോ നമ്മൾ തെർമോഡൈനാമിക്സിൽ സെക്കൻഡ് ലോ പറയുകയാണെങ്കിൽ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹീറ്റ് ഫ്ലോസ് നാച്ചുറലി ഫ്രം എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ലോ ടെമ്പറേച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നാച്ചുറൽ ടെൻഡൻസി ഓഫ് ഹീറ്റ് എന്താണ്? ഹീറ്റ് ഈസ് ഓൾവേസ് ഫ്ലോയിങ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ലെവൽ ടു ലോ ടെമ്പറേച്ചർ ലെവൽ. തിരിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഹീറ്റ് പമ്പ് പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസ് വേണം. പക്ഷെ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലോ ചെയ്തോളും. ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ഹീറ്റ് കനോട്ട് ഫ്ലോ സ്പോണ്ടേനിയസ്ലി ഫ്രം എ കോൾഡർ ബോഡി ടു എ ഹോട്ടർ ബോഡി വിത്തൗട്ട് എക്സ്റ്റേണൽ വർക്ക്. നമ്മൾ ഹീറ്റ് പമ്പ് പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്യാതെ ഒരിക്കലും ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഫ്ലോ ഉണ്ടാവില്ല. ദിസ് ലോ ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ and therefore all natural heat transfer processes obey second law of thermodynamics. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഫീസിബിലിറ്റി ഒന്നും പറയുന്നില്ല. ലോയിൽ നിന്ന് ഹൈയിലേക്കാണോ ഹൈയിൽ നിന്ന് ലോയിലേക്കാണോ അത് പോസിബിൾ ആണോ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഫസ്റ്റ് ലോ അഡ്രസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, അതിന് ഫീസിബിലിറ്റി ഒന്നും പറയുന്നില്ല. മച്ച് മോർ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു തെർമോഡൈനാമിക് ലോ ആണ് ഇത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്താണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, ഡാഷ് ഹാസ് ലീസ്റ്റ് വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡാഷ് ഹാസ് ലീസ്റ്റ് വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി. റബ്ബർ തന്നിട്ടുണ്ട്, എയർ, വാട്ടർ, അതുപോലെ ഗ്ലാസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. നമുക്കറിയാം തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ്. ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എ മെറ്റീരിയൽ വിത്ത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് എ ഗുഡ് തെർമൽ ഇൻസുലേറ്റർ ബിക്കോസ് ഇറ്റ് റെസിസ്റ്റ് ദ ഹീറ്റ് ഫ്ലോ. അല്ലെ, ഇൻസുലേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. കാരണം എന്താണ്? ഹീറ്റ് തീരെ കടത്തിവിടാത്ത ഒരു മെറ്റീരിയൽ ആയിരിക്കും. Among the given materials, air has the lowest thermal conductivity. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടക്ഷന്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞു, സോളിഡ്സില് മോളിക്യൂൾസ് എല്ലാം വളരെയധികം അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മളെ ചൂടാക്കി കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അപ്പൊ തന്നെ അത് ഹീറ്റ് റിസീവ് ചെയ്യും. ഉടനെ തന്നെ അടുത്ത മോളിക്യൂളിലേക്ക് കൊടുക്കും, അവൻ അടുത്ത മോളിലേക്ക് കൊടുക്കും. അങ്ങനെ പോയി പെട്ടെന്ന് തന്നെ ഹീറ്റ് അടുത്ത എൻഡിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അടുത്ത പോർഷൻ ചൂടാവും. അതാണ് സോളിഡ്സിൽ നടക്കുന്നത്. ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഡ്സിൽ അവിടെ മോളിക്യൂൾസ് ഉണ്ട്, പക്ഷെ സോളിഡ്സ് പോലെയല്ല. ലിക്വിഡ്സ് കമ്പാരിറ്റീവ്ലി ദേ ആർ ഫാർ എപ്പാർട്ട്. അതുകൊണ്ട് തന്നെ റിസീവ് ചെയ്യുന്ന എനർജിയെ അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ സമയം എടുക്കും. നേരെ മറിച്ച് ഗ്യാസിലാണ് നമ്മൾ കൺസിഡറിങ്ങിലോ, ഒരു മോളിക്യൂൾ എവിടെയാണെങ്കിൽ ഒരു മോളിക്യൂൾ എവിടെയാണ്, അടുത്ത മോളിക്യൂൾ എവിടെയാണ്. ദ ഇന്റർമോളിക്കുലാർ സ്പേസിംഗ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ആർ വെരി ഹൈ. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് കൊളീഷൻസ് എന്ന് പറയുന്നത്, അതായത് ഈ മോളിക്യൂളും തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന് കിട്ടിയിട്ടുള്ള ഹീറ്റ് അവിടേക്ക് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. അത് എപ്പോഴാണോ കൂട്ടിമുട്ടുന്നത് അതുവരെ വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് തെർമൽ കണ്ടക്ടിവിറ്റി വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയാം.
അപ്പോ അവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി റേഞ്ച് ഓർത്ത് വെക്കുക. എക്സാക്ട് വാല്യൂ ഒന്നും ഒരിക്കലും ചോദിക്കില്ല. പക്ഷെ നമുക്ക് ആൻസർ എഴുതേണ്ടത് ഈ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ തന്നിട്ടുള്ള ചോദ്യമാണ് ഏതിനാണ് ഏറ്റവും കുറവ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ് ചോദ്യം. എയറിനാണ് നമുക്ക് ആൻസർ വരുന്നത്. കാരണം എയറിന് 0.026 ആണ് അതിന്റെ ആൻസർ വരുന്നത്. എയർ 0.026 is the thermal conductivity for air. For water it is 0.6. For rubber it is 0.13 and for glass it is 0.8 to 1. ഇതാണ് അതിന്റെ റേഞ്ച്, അപ്രോക്സിമേറ്റ്ലി റേഞ്ച് വരുന്നത്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഏറ്റവും കുറവ് വരുന്നത് എയറിനാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഡാഷ് ഹാസ് മാക്സിമം വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. താഴെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഏതിനാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ലെഡിനൊന്നും ആയിരിക്കില്ല. ഓക്കെ, ലെഡിനെല്ലാം വളരെ ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. പിന്നെയുള്ള 3 മെറ്റലാണ് കോപ്പർ, സ്റ്റീൽ, അലൂമിനിയം. അതില് ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ട് അറിയാവുന്ന ഒന്നാണ് കോപ്പർ അല്ലെ. കോപ്പർ ബോട്ടം വെസൽസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എല്ലാം കോപ്പർ വെച്ചാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് വാല്യൂസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോപ്പറിന് 385 വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് കണ്ടക്ടിവിറ്റി. ലെഡിന് 35 ഉള്ളൂ. സ്റ്റീലിലാണ് അതിനടുത്ത് വരുന്നത്. സ്റ്റീല് 45 to 60. അലൂമിനിയത്തിന് 205 ആണ്. ഇപ്പൊ കോപ്പർ കഴിഞ്ഞാൽ അടുത്ത് തൊട്ട് താഴെ വരുന്നത് അലൂമിനിയം ആണ്. അലൂമിനിയം കഴിഞ്ഞാൽ സ്റ്റീല് അലൂമിനിയം ഏറ്റവും താഴെ വരുന്നത് ലെഡ് ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഏതിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി കോപ്പർ ആണ് ആൻസർ. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് മോളിക്കുലാർ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് സ്മോളസ്റ്റ്. മോളിക്കുലാർ ട്രാൻസ്മിഷൻ താഴെ തന്നിട്ടുള്ള ഏത് മെറ്റീരിയലിലാണ് ഏറ്റവും കുറവ് വരുന്നത് എന്നുള്ളതാണ്. തൊട്ട് മുന്നേ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം സോളിഡ്സിൽ മോളിക്യൂൾസ് വളരെയധികം അടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ലിക്വിഡ്സിൽ കുറച്ചും കൂടെ ഡിലേ വരും. ഏറ്റവും കൂടുതൽ ഡിലേ വരുന്നത് ഏതിലാണ്? ഗ്യാസിലാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഹീറ്റ് ട്രാൻസ്മിഷൻ ഏറ്റവും ലീസ്റ്റ് ഉള്ളത് ഏതിലാണ്? ഗ്യാസിലാണ്. അലോയ് എന്ന് പറയുമ്പോൾ അത് ഒന്നോ അതിൽ കൂടുതൽ മെറ്റൽസിന്റെ ഒരു കോമ്പിനേഷൻ അലോയ് എന്ന് പറയുന്നത്. ഇപ്പൊ സോളിഡ്സ് പോലെ തന്നെ ഏകദേശം അലോയ്സിലും അത്രയും തന്നെ ഹീറ്റ് സ്പീഡ് ഉണ്ടാവും. ഗ്യാസിലാണ് ഏറ്റവും കുറവ്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻ ഗ്യാസസ് മോളിക്യൂൾസ് ആർ വൈഡ്ലി സ്പേസ്ഡ് മേക്കിംഗ് മോളിക്കുലാർ കൊളിഷൻസ് ഇൻഫ്രീക്വന്റ് ഓർ ലെസ് എഫക്റ്റീവ് ആൻഡ് ഹീറ്റ് കണ്ടക്ഷൻ will become the smallest. Option C is the correct answer. അടുത്തത്, due to which of the following reasons cork is a good insulator. cork ഒരു ഗുഡ് ഇൻസുലേറ്റർ ആണ്. അതിന് കാരണം താഴെ തന്നിട്ടുള്ളതിൽ ഏത് റീസൺ ആണ് എന്നാണ് ചോദ്യം. അപ്പൊ കോർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുക. Cork is a good thermal insulator because it contains millions of tiny air-filled pores. Pores എന്ന് പറയുന്നത് porosity എന്ന് പറയും അല്ലെ, വളരെ മൈക്രോ ലെവലിലുള്ള ഹോൾസിനെയാണ് പറയുന്നത്. അപ്പോ മില്യൺസ് ഓഫ് പോർസ് ഉള്ള മെറ്റീരിയൽ ആണ് ഇത് കോർക്ക്. ഓക്കെ, ഇറ്റ് ഇസ് എ ഗുഡ് തെർമൽ ഇൻസുലേറ്റർ ആൻഡ് air has a very thermal low conductivity, so the trapped air reduces heat transfer by conduction. ഈ ഹോൾസിലെല്ലാം ഓക്കെ, ഈ മൈക്രോ പോറസ് ഹോൾസിലെല്ലാം എയർ ട്രാപ്പ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യും? എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, എയർ എന്താണ്? ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് അത് ഹീറ്റ് ട്രാൻസ്ഫറിനെ തടയും. കോർക്ക് ഈസ് ഓൾസോ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹാസ് ഗോട്ട് ലോ ഡെൻസിറ്റി ആൻഡ് ഡ്യൂ ടു ഇറ്റ്സ് പോറസ് സ്ട്രക്ചർ ആൻഡ് ദാറ്റ് ക്യാൻ ബി പൗഡേർഡ്. കോർക്ക് ഇൻസുലേറ്റർ ആണ്, അതുപോലെ തന്നെ ലോ ഡെൻസിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ പോറസ് സ്ട്രക്ചർ ആണ്. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് പോറസ്, ഡെൻസിറ്റി ഈസ് ലോ ആൻഡ് ഇറ്റ് ക്യാൻ ബി പൗഡേർഡ്. പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചെടുക്കാവുന്നത് പറയുന്നത് ഈ ക്വസ്റ്റ്യനുള്ള റിലവന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഓക്കെ, പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. പൊടിക്കാൻ പറ്റും എന്നുള്ളത്
ഒരു ട്രൂ ആയിട്ടുള്ള ഫാക്ട് ആണ്. പക്ഷെ ഇവിടെ ഗുഡ് ഇൻസുലേറ്റർ ആവാനും പൊടിക്കാനും തമ്മിലുള്ള കണക്ഷൻ ഒന്നുമില്ല. അത് പൊടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അതിന് ഇൻസുലേറ്റർ എന്ന് പറയുന്നതല്ല. ഓക്കെ, ക്യാൻ ബി പൗഡേർഡ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ ഫോർ കോർക്ക് ടു ബി എ ഗുഡ് ഇൻസുലേറ്റർ. പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.